ഒരു പ്രാവശ്യം ചെയ്തപ്പോഴേക്കും ഇത്രയും റിസൾട്ട് കിട്ടിയെങ്കിൽ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കില്ലേ അവസ്ഥ? നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും എന്തുമാത്രം റിസൾട്ടാണ് ഇതിൽ കിട്ടിയെന്നൊക്കെ. ഇത് യാതൊരുവിധ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒറ്റ ദിവസം കൊണ്ട് വെളുക്കാൻ പറ്റിയ പാക്കാണ് കേട്ടോ. കല്യാണമൊക്കെ അടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്ന് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ. കിഡ് റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഞാൻ വെറുതെ പറയണില്ല, ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ യാതൊരുവിധ ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നാച്ചുറൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഫോണിൽ ഫിൽറ്റർ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇത് കറക്റ്റ് ജെന്യുവിൻ ആയ റിസൾട്ട് മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തന്നെയാണ് കിട്ടുക. കിഡ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത്രയും ബ്രൈറ്റ് ആയെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ മിറാക്കിളായിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് മസൂർ ദാലാണ്. മസൂർ ദാൽ എല്ലാവർക്കും അറിയായിരിക്കും. ഈ ചുവന്ന പരിപ്പുണ്ടല്ലോ, അതാണ് വേണ്ടത്. പിന്നെ ഉഴുന്ന് വേണം, പിന്നെ അതേപോലെ തന്നെ പച്ചരിയും വേണം. ഈ മസൂർ ദാൽ ടാനിങ് ഒക്കെ മാറാൻ അടിപൊളിയാണ്. പിന്നെ ഞാനിപ്പോൾ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് തന്നെ എല്ലാം എടുക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് എടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം വെള്ളത്തിലിട്ട് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുക. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് തലേന്ന് ഇട്ട് വെച്ചതാണ് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ നല്ലോണം കുതിർന്ന് വരും. എന്നിട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു വലിയ കഷ്ണം പൊട്ടറ്റോ ആണ്. ഞാനിത് മൊത്തം എടുക്കുന്നുണ്ട്. പിന്നെ ഇത് തൊലി കളയാണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. തൊലിയിൽ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് തൊലി കളയണമെന്നൊന്നുമില്ല. ഈ മസൂർ ദാൽ അല്ലല്ലോ, ഈ ഉരുളക്കിഴങ്ങ് നല്ലതാണ്. ടാനിങ് കരിവാളിപ്പൊക്കെ മാറാൻ അടിപൊളിയാണ്. സ്കിൻ നല്ലോണം ലൈറ്റനാവും. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി അരച്ചെടുത്തേക്കണം കേട്ടോ. ഈ മസൂർ ദാലും ഉഴുന്നും പച്ചരിയും ഈ ഉരുളക്കിഴങ്ങും കൂടി നല്ലോണം അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതേപോലെ എടുക്കുക. എല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പാലാണ്. ഞാൻ ഇത് 2-3 ടേബിൾ സ്പൂൺ പാലാണ് ഈ ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ ആ തുല്യ അളവിൽ തന്നെ നമുക്ക് ഇതും തൈരുണ്ടല്ലോ, തൈരും ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ വീട്ടിൽ തൈര് ഉണ്ടായില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൈര് ആഡ് ചെയ്യണില്ല. തൈരും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് വരിക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള പാക്കാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. നിങ്ങൾ ഈ കാശ് കൊടുത്ത് പാർലറിൽ പോയി ഒന്നും ഫേഷ്യൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സംഭവം ഡെയിലി ഒന്ന് യൂസ് ചെയ്താൽ മതി. കിഡ് റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം നാരങ്ങ ഇട്ടാൽ അതും നല്ലതായിരിക്കും. പക്ഷേ നാരങ്ങ ഡെയിലി യൂസ് ചെയ്യണത് നല്ലതല്ല. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞാൻ ഇടാഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പാക്ക്. എന്നിട്ട് നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു പകുതി സൈഡേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തോരം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നേരം നല്ലോണം ഒന്ന് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് അങ്ങോട്ട് സ്ക്രബിങ് എഫക്റ്റ് കൊടുക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് നമ്മളൊരു 1/4 മണിക്കൂർ വെച്ചേക്കാം. എന്നിട്ട് ഒന്ന് സെമി ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ കഴുകിക്കളയാം. കളയുമ്പോഴും ജസ്റ്റ് ഒന്ന് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയാം കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പീഡാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ പതിയാണ് മസാജ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ലോണം കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഞാൻ തന്നെ വണ്ടടിച്ചു പോയി. ഞാനിത് പിന്നെ എപ്പോഴും ചെയ്യാറുള്ള പാക്കാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയാം. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങൊക്കെ ഈ കരിവാളിപ്പും എല്ലാം മാറാൻ അടിപൊളിയാണ്. അപ്പം അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ റിസൾട്ടാണ്. കിഡ് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇപ്പുറത്തെ സൈഡ് ഇട്ട വശം നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട്. മറ്റേ വശം ഇടാത്ത വശം ഭയങ്കര ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് മുഖത്തുനിന്ന് തുടച്ച് മാറ്റണയാണ്, കഴുകി മാറ്റണയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പുറത്തെ ഇട്ട വശം നല്ലോണം ബ്രൈറ്റനായിട്ടുണ്ട്. മുഖത്തിൻ്റെ ഡൾനെസ് നല്ലോണം മാറിയിട്ടുണ്ട്. ഒരു മാസമൊന്നും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കൂ. സൂപ്പർ റിസൾട്ടായിരിക്കും കിട്ടുക. പിന്നെ ഡെയിലി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 1/4 മണിക്കൂർ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടി വന്നൊരു 20 മിനിറ്റൊക്കെ നിന്നാൽ മതി. 20 അല്ലെങ്കിൽ 1/2 മണിക്കൂർ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അത്രയും നേരം വെച്ചാൽ നല്ലതാണ്. എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കണ്ട കേട്ടോ. എൻ്റെ കഴുത്തിൻ്റെ നിറം മുഖത്തിൻ്റെ നിറം കൂടി നോക്കുക ഗൈസ്, നല്ല ഡിഫറൻസ് ഇല്ലേ? അതെന്ന് വെച്ചാൽ നമ്മൾ കഴുത്തിലിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. സീ യു.